ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മുരിങ്ങയിലക്കറി റെസിപ്പി നോക്കാം. അയൺ റിച്ച് ആയിട്ടുള്ള മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു കറി. അതിന് ചട്ടി നന്നായി ചൂടാക്കി എണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകും ഇട്ട് 2 ചുവന്നുള്ളി അരിഞ്ഞത് വിട്ട് നന്നായി മൂപ്പിക്കണം. ചുവന്നുള്ളി ഇട്ട് നന്നായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പിലയോ വറ്റൽമുളകും ഒക്കെ ആഡ് ചെയ്യാം. ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള കറിയും തോരനും ഒക്കെ കുട്ടികൾക്കും ഒക്കെ നല്ലതാണ്. അതൊരു ഒരുപാട് അയൺ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് മുരിങ്ങയില. മിക്ക വീടിൻ്റെയും മുറ്റത്തുണ്ടല്ലോ മുരിങ്ങയില. അത് വെച്ചിട്ട് നമുക്കിത് എളുപ്പം കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനും. ഞാനത് ഇച്ചിരി ലൂസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തിക്കാവുമ്പം കുറച്ച് കഴിയുമ്പോൾ അതൊന്നുകൂടെ അങ്ങ് തിക്കാവും. അത് കാരണം ഞാൻ ആ കറി ഇച്ചിരി ലൂസായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചുവന്നുള്ളി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും അരിഞ്ഞിട്ടതും നന്നായി മൂപ്പിച്ച്, ഇവിടെ ഒരു പിടിക്ക് മേളിലുണ്ട് 1 കൈപ്പിടി കൂടുതൽ മുരിങ്ങയില പിച്ചിയെടുത്ത് കഴുകി എടുത്ത് നമ്മൾ അത് ആ കടുക് വറുത്ത എണ്ണയിലിട്ട് നന്നായിട്ടത് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചുരുണ്ട് അതിൻ്റെ ഒരു പരുവം അതങ്ങനെയാണ്. അത് മൂത്ത് കിട്ടും നന്നായിട്ട്. എന്നാലേ അത് നമുക്ക് ദഹിച്ചും പോകത്തുള്ളൂ. അല്ലെങ്കിൽ ആ പച്ചിലയായിട്ട് തന്നെ അത് കിടക്കും. അപ്പോൾ അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ആ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂപ്പിച്ച് കഴിയുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും. ആ ഇല അങ്ങ് ചുരുണ്ട് അതിൻ്റെ കളറൊക്കെ മാറിക്കിട്ടും. ആ സമയത്ത് വേണം നമ്മളതിന് തേങ്ങ അരച്ച് ചേർക്കാൻ. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു 1/4 ഭാഗം തേങ്ങ തിരുമിയത്, വലിയ തേങ്ങയുടെ 1/4 ഭാഗം തിരുമിയതും, 1/2 ടീസ്പൂൺ ജീരകവും, 1 വെളുത്തുള്ളി, ഇത്രയും മാത്രം ചേർത്താൽ മതി. അതിന് നല്ല ഫ്ലേവർ കിട്ടും. ഞാൻ ചില ഇതിൽ കണ്ടിട്ടുണ്ട് ചിലർ ചുവന്നുള്ളി വെളുത്തുള്ളിയും ജീരകമൊക്കെ ഒരുപാട് ചേർക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടാൻ ഇത്രയും ഐറ്റം മാത്രം മതി. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി. ഇത്രയും കൂട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് ഈ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പിൻ്റെ ഇലക്കൂട്ടിലേക്ക് അരച്ച് ഒഴിക്കുക. നല്ല പോഷക സമ്പുഷ്ടമായിട്ടുള്ള റെസിപ്പിയാണിത്. കുട്ടികൾക്ക് ഇത് മാത്രം കൂട്ടി ചോറ് കൊടുക്കുക. നല്ല ടേസ്റ്റുമാണ്. അവർക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം അതിനകത്ത് കിട്ടുകയും ചെയ്യും. ഞാനൊരല്പം ലൂസാക്കിയാണ് വെക്കുന്നത്. കുറുകെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അതങ്ങ് തിക്കായി കിട്ടും. അത് ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാൻ ഇവിടെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ലൂസാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ, അതിനകത്ത് അണുക്കളും പോകാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. കളറിന് വേണ്ടിയിട്ടും കൂടെ ഈ 2 കാരണം കൊണ്ട് ചേർത്ത് ചെറിയ രീതിയിൽ ചെറിയതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പിട്ട് ഇളക്കി നമുക്ക് അടുപ്പിൽ നിന്നത് വാങ്ങി വെക്കാം. അത് ചൂടാകുമ്പോൾ അതിനകത്ത് ചൂടായാലും ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ഞാനെല്ലാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ആവി വരുന്നത് വരെ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാറുണ്ട്. ആ ഒരു പരുവമായി കിട്ടുമ്പോൾ നമുക്കത് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം. ഇതായിരുന്നു എൻ്റെ മുരിങ്ങയിലക്കറി റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.